ആ ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം വിചാരിച്ച ഒരു റെസിപ്പി തന്നെയാണ്. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്തിനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ചില വിത്തും പേരൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് റെസിപ്പിയിൽ മാറ്റം വരും, അതുകൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിച്ചോളെ. ഇങ്ങനത്തെ പുൽച്ചാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞമ്മക്ക് കല്ലുമക്കായ എങ്ങനെയാണ് അതേമാതിരിയാണ് ഇവരെ അവിടേക്ക് ഈ മണ്ണുള്ള പുൽച്ചാടി. ഇത് നമ്മളെ നാട്ടിൽ കിട്ടൂല. അപ്പൊ ഇത് കിട്ടിയിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് വെള്ളത്തിൽ നല്ലോണം കൊല്ലണമാതിരി തന്നെ മുക്കിങ്ങാണ്ട് ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് അതിന്റെ ചിറകൊക്കെ കണ്ട് നുള്ളിക്കാളി. നമ്മളെ ചെമ്മീൻ നുള്ളിക്കണ മാതിരി തന്നെ വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല. ആ ചിറക് നുള്ളിയതിന് ശേഷം ഒന്നിങ്ങട്ട് വെള്ളമൊക്കെ ഒന്ന് വലിയണമാതിരി ഒന്ന് ഉണങ്ങാൻ വെച്ചാളികള്. ഉണങ്ങിയതിന് ശേഷം അപ്പുറത്തൊരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി നല്ലോണം ലൂസാക്കാത്ത രീതിയിൽ ഒന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് അതിലൊന്ന് മുക്കിങ്ങാണ്ട് എടുക്കുക പുൽച്ചാടിനെ. അതിലിട്ട് വെക്കൊന്നും ചെയ്യരുത്. പൊതർന്ന് കഴിഞ്ഞാൽ പിന്നെ മൈദയും പുൽച്ചാടിയും കൂടി ഒരു ബന്ധമില്ലാത്ത മൈദയാവും. അത് ശ്രദ്ധിക്കണം. എന്നിട്ട് ഒന്ന് മുക്കിങ്ങാണ്ട് ഇതേമാതിരി തന്നെ കുറച്ച് നല്ലോണം തിളപ്പിച്ച വെളിച്ചെണ്ണയിൽ മുക്കിയെടുക്കുക. കൂടുതലിട്ട് മാറ്റിക്കരുത്. മാറ്റുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിപ്പിയിൽ മാറ്റം വരും. ഇതേമാതിരി ചെയ്തോ ആ ഒരു പവർ കിട്ടും. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുണ്ട് മുക്കിയെടുക്കുക. നമ്മളെ ചോന്നമുളകിന്റെ അത് കണ്ടില്ല നിങ്ങള്, ചോന്നമുളകിന്റെ ഒരു കളർ ആവുമ്പോൾ എടുത്താളി. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഏതെങ്കിലും പാത്രത്തേക്ക് അടച്ചുറപ്പുള്ള പാത്രത്തേക്ക് മാറ്റാം. ചൂടോടെ വെക്കരുത്. വേർപ്പ് കിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉപ്പിരസൊക്കെ മാറും. ആ കൂർമ്മ ഉണ്ടായിക്കോട്ടെ. ഒന്ന് തിന്ന് നോക്കുവേണ്ടി. മഴക്കാലത്തൊക്കെ ഉണ്ടല്ല ഇതുപോലൊരു കടി ഉണ്ടാവില്ല ചായക്ക് കൂട്ടാൻ. കറ് മുറിച്ചിട്ട് തിന്ന